പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന വിഘ്നേഷ് പുത്തൂർ. എന്നാൽ ഇതിനൊക്കെ കാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യൻ അതിന്റെ ക്രെഡിറ്റബിലിറ്റി ഒന്നും എടുക്കാതെ ഒരുമിച്ച് ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അവിടെ കളിക്കാൻ വന്ന ഒരു 10 വയസ്സുകാരൻ ചെക്കനെ കാണുന്നു. അവിടെ നിന്നും പഠിച്ചെടുത്ത പലതും പഠിക്കാതെ തന്നെ അവനിൽ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അവന്റെ വീട്ടുകാരെ വന്നു കാണുന്നു. അവന് നല്ല ഒരു കളിക്കാരൻ ആവാനുള്ള ആവതുണ്ടെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് കോച്ചായ വിജയ് മാഷോട് പോയി ഓനെ കുറിച്ച് പറയുന്നു. ചെറിയ ചെക്കനാണ്, പക്ഷെ നല്ല ടാലന്റ് ഉണ്ട്, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. സമ്മതം വാങ്ങുന്നു. എന്നിട്ട് ഏതാണ്ട് 3 വർഷത്തോളം സ്വന്തം വണ്ടിയിൽ അവനെ പരിശീലനത്തിന് കൊണ്ടുപോകുന്നു. മീഡിയം പേസ് എറിഞ്ഞുകൊണ്ടിരുന്ന അവനോട് ഇടം കൈകൊണ്ട് ലെഗ് സ്പിൻ എറിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് അവനെ അതിലേക്ക് കുത്തി തിരിച്ചുവിടും. എന്നിട്ടും ഈ മനുഷ്യൻ മൈക്കിന് മുന്നിൽ വന്നു നിന്ന് പറയുകയാണ്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ആദ്യകാലത്ത് അങ്ങനെ ഒരു ഇടപെടൽ നടത്തി എന്നതല്ലാതെ അവന്റെ പിന്നാലെ നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഓന്റെ കഴിവാണ്. എന്നാൽ വിഘ്നേഷിനോട് ആരാണ് ക്രിക്കറ്റിലേക്ക് വഴി നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, ഷെരീഫ് ചേട്ടൻ. എല്ലാം ചെയ്യുകയും എന്നാൽ അതിന്റെയൊന്നും കൃത്യം ഏറ്റെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന വല്ലാത്ത ജാതി മനുഷ്യൻ. വെറും മാർക്കും മാത്രം ലക്ഷ്യത്തിലേക്ക് നടന്നതും കഷ്ടപ്പെട്ട് എത്തിച്ചേർന്നതും അവനാണ്. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അയൽവാസികളായ കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നമ്മൾ സ്വാഭാവികമായും ഹെൽപ്പ് ആക്കൂലേ, അത് മാത്രമാണ് ഞാനും ചെയ്തത്. ഈ സമയത്ത് അവർ എന്നെയും ഓർത്തത് അവന്റെയും കുടുംബത്തിന്റെയും നല്ല മനസ്സാണ്. ഇവിടെയാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൽ നല്ല മനസ്സിന്റെ ഉടമകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. മലയാളി താരം വിഘ്നേഷിന് വഴികാട്ടിയായ ഷെരീഫ് ഉസ്താദിന് എല്ലാവിധ നന്മകളും